ഇപ്പോൾ കുറേ ക്യാരക്ടേഴ്സ് നമ്മൾ കണ്ടു, നമ്മളതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചു. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചില കഥാപാത്രങ്ങളെ ചേട്ടൻ ചെയ്തത് വളരെ ശക്തമായ കഥാപാത്രങ്ങളെ ചെയ്തിട്ടുണ്ട്. ഒന്ന് ചാണക്യനിലെ മുഖ്യമന്ത്രിയുടെ വേഷം, അതുപോലെ തന്നെയാണ് കണ്ണെഴുതി പൊട്ടും തൊട്ടിലെ വില്ലൻ്റെ വേഷം, അച്ഛൻ്റെ ഒരു ക്രൂരനായ ഒരു മനുഷ്യൻ്റെ ഒരു കുട്ടനാട്ടിലെ ഒരിതിൻ്റെ. അപ്പോൾ അങ്ങനെയുള്ള ചില കഥാപാത്രങ്ങളെ, പരുക്കനായിട്ടുള്ള ചില കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച സിനിമകളുടെ സംവിധായകൻ ശ്രീ രാജീവ് കുമാർ ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ നമുക്ക് ഈ വേദിയിലേക്ക് ക്ഷണിക്കാം. ഞങ്ങളിങ്ങനെ ചേട്ടൻ്റെ സിനിമകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ കുറേ പടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ കണ്ട രണ്ട് കഥാപാത്രമാണ് ഞാൻ പെട്ടെന്ന് അതിനെക്കുറിച്ച് പറയുമായിരുന്നു. ഇപ്പോൾ ചാണക്യനിലും കണ്ണെഴുതി പൊട്ടും തൊട്ടുണ്ട്. രാജുവിൻ്റെ ഫസ്റ്റ് പടമല്ല, അത് കമലഹാസൻ്റെ കൂടെ ആയിരുന്നു ആ പടം. അപ്പോൾ അതിലെങ്ങനെയായിരുന്നു ചേട്ടൻ്റെ അതിൻ്റെ ഓർമ്മകൾ? ചാണക്യൻ ആദ്യം നമ്മൾ ഈ കഥ ആലോചിക്കുമ്പോൾ തന്നെ ഈ മുഖ്യമന്ത്രിയുടെ ക്യാരക്ടർ ചേട്ടൻ തന്നെ ചെയ്യണം എന്നുള്ള ഒരു കൃത്യധാരണ നമുക്കുണ്ടായിരുന്നു. അതിന് രണ്ടനുഭവമാണ് എനിക്ക് കൃത്യമായിട്ടുണ്ടായിരുന്നത്. നമ്മൾ ചാണക്യൻ്റെ കഥ ചേട്ടനായിട്ട് സംസാരിച്ചു. ഇടയ്ക്ക് ഈ പടം ഒന്ന് മാറിപ്പോയി, വേറൊരു ആക്ടർ ചെയ്യാൻ തീരുമാനിച്ചിരുന്ന പടം പിന്നെ അത് മാറി. പിന്നീടാണ് ഈ കമലഹാസനിലേക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ടൊരു ചെറിയൊരു ഗ്യാപ്പ് വന്നു. അപ്പോൾ ആക്ച്വലി പിന്നീട് ആ ഡേറ്റ് വരുന്ന സമയത്ത് തിലചേട്ടൻ ശരിക്കും ഒരു ഭയങ്കരമായൊരു ഡൈലമ നിൽക്കുന്ന സമയത്താണ്. വർണ്ണം ഈ രണ്ട് പടം തിരുവനന്തപുരത്ത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ നൈറ്റുകൾ മുഴുവൻ ഫുൾ നൈറ്റ് ചാണക്യൻ്റെ. ഞാനിപ്പോൾ ഓർക്കുന്നത് തിലചേട്ടൻ്റെ ഒരു കമ്മിറ്റ്മെൻ്റാണ്. അതായത് കിരീടം എന്നുള്ള സിനിമയുടെ കഥാപാത്രം തിലചേട്ടന് ചെയ്തേ മതിയാവും. അപ്പോൾ തിലചേട്ടൻ അത് പക്ഷേ പ്രസൻറ്റ് ചെയ്യുന്നത് വളരെ പ്രൊഫഷണലായിട്ടാണ്. കാര്യം ഈ ഇങ്ങനൊരു പടത്തിന് കമ്മിറ്റഡ് ആണ്. ഞങ്ങളൊരു വളരെ പേഴ്സണലായിട്ടുള്ള ഡിസ്കഷനാണ്. അതായത് അതിന് ഞാൻ ഡേറ്റ് കൊടുത്തിരുന്നില്ല. കിരീടത്തിന് ഒരു ദിവസം പോലും കൊടുത്തിട്ടില്ല. ഇവിടുന്ന് വീണ് കിട്ടുന്ന സമയം മാത്രം കൊണ്ട് ചെയ്തു കൊടുക്കുക കിരീടം. അത് ശരിയാണ്. സിബി പറഞ്ഞിരിക്കുന്നത് 1 മണിക്കൂറൊന്നും പറയിച്ചാൽ മതി, ഞാൻ സെറ്റപ്പ് മാറ്റിക്കൊള്ളാം. അങ്ങനെ തീർത്ത പടമാണത്. അത് രണ്ടും മലയാളത്തിലെ എണ്ണപ്പെട്ട സിനിമകളായി മാറിയതാണ് ഏറ്റവും ഒരേ സമയത്ത് നടക്കുന്നതാണ്. ക്ലൈമാക്സ് ആണ് നടക്കുന്നത്. ക്ലൈമാക്സ് പുതിയ സംവിധാനം എന്നുള്ളത് എനിക്ക് എന്നെ സംബന്ധിച്ച് തിലചേട്ടനും കമലഹാസനും ആയിട്ടുള്ള അന്നത്തെ ഒരു സംവിധാനത്തിന് അപ്പുറത്ത് എന്നെ കുറേ കാര്യങ്ങൾ ഇൻസ്പയർ ചെയ്ത രണ്ടുപേരാണ്. എങ്ങനെയാണ് അവർ ഒരു സീനിന്, അതായത് ഒരു മത്സരം പോലെയാണ്. ഇപ്പോൾ ഒരു കോപ്പി തിലചേട്ടന് കൊടുത്തു, കമലഹാസൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവർ തമ്മിൽ ഇങ്ങനെ SLCക്ക് പരീക്ഷയ്ക്ക് പഠിക്കുന്ന പോലെ മാറിയിരുന്നിട്ടുള്ള പഠിത്തവും പിന്നെ ഇവർ തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷന്, നമ്മളുമായിട്ടുള്ളൊരു ഇൻട്രാക്ഷന് ശരിക്കും എന്നെ ഒരു ഡയറക്ടറാക്കിയതിൻ്റെ മെയിൻ പങ്ക് ആ സിനിമ തന്നെയാണ്. കാര്യം അതിൽ പ്രത്യേകിച്ച് ഈ രണ്ട് ആക്ടേഴ്സ് സത്യസന്ധമായി ഒരു പ്രോജക്റ്റിനെ സമീപിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് കണ്ണെഴുതി പൊട്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ പൂർണ്ണമായി ഒരു സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ആ സ്ക്രിപ്റ്റ് എഴുതിയത് ആദ്യമായിട്ട് ഞാൻ എഴുതുന്ന ആ സിനിമയിലാണ്. തിലചേട്ടയ്ക്ക് ഡയലോഗ് കൊടുക്കുമ്പോൾ ആ ഡയലോഗ് അദ്ദേഹം പറഞ്ഞു കേൾക്കുമ്പോൾ എനിക്ക് തന്നെ ഒരു സംശയം വന്നു, ഞാൻ തന്നെ എഴുതിയതാണോ എന്ന്. അപ്പോൾ ഞാൻ ബാലിൻ്റെ ചോദിച്ചാൽ നമ്മൾ എഴുതിയ പോലെ മാറ്റി തിലചേട്ടൻ പറയുന്നുണ്ടോ എന്ന് ചോദിക്കുമായിരുന്നു. കാര്യം അങ്ങനെ ഒരു ക്യാരക്ടറിനെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു പെർഫോമൻസ്. അന്ന് തിലചേട്ടൻ വാശി പിടിച്ചൊരു ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ മഞ്ജു വാര്യരുടെ ഒരു ഷോട്ട് പോലും എൻ്റെ ആബ്സെൻസിൽ ഷൂട്ട് ചെയ്യരുത്. അത് ശരി. മഞ്ജു എങ്ങനെ പെർഫോം ചെയ്യുന്നുള്ളത് എനിക്കറിയാം. ഓക്കെ, അത് വളരെ വാശിയായിരുന്നു. അത് ഒരു വാശിയെന്ന് പൂർണ്ണമായിട്ട് പറയാൻ ഒക്കല്ല. അവളൊരു നല്ല ആർട്ടിസ്റ്റാണ്, ആക്ട്രസ്സാണ്. അപ്പോൾ അവൾ ചെയ്യുന്നതിന് കൗണ്ടർ ചെയ്യുമ്പോൾ നമ്മൾ വളരെ സൂക്ഷിക്കണം. കണ്ണെഴുതി പൊട്ടുന്നതിൻ്റെ ഒരു സക്സസ് ആസ്പെക്റ്റിനകത്ത് തിലചേട്ടൻ ഭയങ്കരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു ആക്ടർ തന്നെയാണ്, ഒരു സംശയമില്ല. അതുപോലെ തന്നെ പവിത്രം എന്ന് പറയുന്ന പടത്തിലല്ലേ, പവിത്രം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. തിലചേട്ടനും വിദ്യാമയായിട്ടുള്ളൊരു അവർ തമ്മിലുള്ളൊരു കെമിസ്ട്രി ഭയങ്കരമായിട്ട് തിലചേട്ടൻ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയാം. അതല്ല, മറ്റേ സീൻ എടുക്കുമ്പോഴത്തേക്ക് അത് വളരെ ഒരു ഷോക്കിംഗ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ വിദ്യാമ പ്രഗ്നൻ്റ് ആണെന്ന് പറയുന്നൊരു സീക്വൻസ് ഇവർ പെർഫോം ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ അസോസിയേറ്റ് ബാലം എന്ന് പറഞ്ഞിങ്ങനെ വിദ്യാമ താഴെ ഇരുന്ന് കരയുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പെട്ടെന്ന് എന്താ ഇഷ്യൂ എന്ന് അറിയാൻ മേലാതെ നമ്മൾ താഴോട്ട് വരുമ്പോൾ വിദ്യാമയുടെ ഒരു ആ മോമെൻ്റ്, അതായത് തിലചേട്ടനെയും കൂടി ഒരു സീൻ പെർഫോമൻസിനകത്ത് ഷീ ഫെൽറ്റ് ലൈക്ക് അതൊരു
മദർഹുഡ് അവരുടെ പേഴ്സണൽ ലൈഫുമായിട്ട് പെട്ടെന്ന് അസോസിയേറ്റ് ചെയ്തു. അങ്ങനെ ഇവർ തമ്മിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് കെമിസ്ട്രി ആസ് ആക്ടേഴ്സ് ആ പടത്തിൽ ഉണ്ടായിരുന്നു. ഓക്കെ.